പോകത്തില്ലെന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് പിന്നെ ഇനി പോകുന്നത്? ഓ, കഴിച്ചിട്ടുമില്ല. കഴിക്കാത്തത് കൊണ്ടും ടവറിൻ്റെ നല്ലൊരു രൂപം കാണാൻ പറ്റും. മുകളിലിരിക്കാം. ബസ്സിൻ്റെ മുകളിലെ ഡെക്കിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് കോലാലംപൂർ സിറ്റി മുഴുവൻ കറങ്ങി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ വിശന്നിട്ട് ഞങ്ങളേതാണ് ഈ എന്താ പറയുക, ഈ മുകൾ വശം തുറന്ന ബസ്സുണ്ടല്ലോ, ഡബിൾ ഡെക്കർ ബസ്, അപ്പോൾ ആ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം മസാല ദോശ കഴിക്കാൻ അടയാർ ആനന്ദ് ഭവനിൽ കയറിയിരിക്കുകയാണ്. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്, പക്ഷേ ഇച്ചിരി ചെറിയ മസാല ദോശയാണ്, എന്നാലും കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ കോലാലംപൂർ സിറ്റി സെൻറ്ററിൽ മുഴുവൻ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി ഒരു മോള് വശം തുറന്ന ഒരു ബസ്സിൽ ഒന്ന് കറങ്ങാൻ പോവാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ ആ ഒരു ടിക്കറ്റിൽ ഇവർ കൊടുത്തിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും ഡെസ്റ്റിനേഷനുകളിലേക്ക് നമുക്ക് 24 മണിക്കൂറിൽ എത്ര തവണ വേണമെങ്കിലും ഇവരുടെ ഈ ബസ്സിൽ യാത്ര ചെയ്യാം. ഒരു ബസ്സല്ല, പല ബസ്സുകൾ ഇതിലെ ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഈ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അവിടുന്ന് അടുത്ത വണ്ടിയിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. KL ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് 27 ഡെസ്റ്റിനേഷനിലോട്ട് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് 24 അവേഴ്സിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണേലും യാത്ര ചെയ്യാം. അതായത് സിറ്റി എല്ലാം ഒന്ന് കണ്ടിരിക്കാനും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അറിഞ്ഞിരിക്കാനും ഒക്കെ വേണ്ടി ഈ ഒരു യാത്ര നമുക്ക് ഉപകാരപ്പെടും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എവിടെ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? എന്താ സംഭവം എന്ന് പറ. സിറ്റി ടൂർ, കോലാലംപൂർ സിറ്റി മുഴുവനായിട്ട് ഒരു ബസ്, ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കയറിയിട്ട് അവർ ഓരോ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തും. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങുന്നതിന് അഡീഷണൽ നമുക്ക് പൈസ കൊടുക്കണം. ഇത് കറങ്ങാൻ വേണ്ടി മാത്രമാണ് ഫോറിനേഴ്സിന് 60 റിംഗിറ്റ്. ഇവിടുത്തെ ആൾക്കാർക്ക് എത്രയാണ്? 30. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു അരമണിക്കൂറിന് മുകളിൽ നമ്മൾ കാത്തു നിന്നു അവിടെ. അപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നു. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഇടിച്ച് കയറണം. ഒരുപാട് ആൾക്കാർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ നേരത്തെ ക്യൂ നിൽക്കലിന് ശേഷം എന്തായാലും നമ്മൾ ബസ്സിനകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വന്നവരാണ്. അപ്പോൾ അവരെല്ലാം ഒരുമിച്ചേ കയറത്തുള്ളൂ. അപ്പോൾ അവരുടെ ഇടയ്ക്കൂടെ എന്തായാലും നമുക്ക് ഇടിച്ച് അകത്തോട്ട് കയറാം, അല്ലാതെ വേറെ വഴിയില്ല. കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ ടിക്കറ്റൊക്കെ പരിശോധിക്കുന്നുണ്ട്. അകത്തോട്ട് കയറിയത് നല്ല AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ബസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മുകളിലോട്ട് കയറി പോകാനായിട്ട് നമുക്ക് കുറച്ച് ഒരു 5-6 പടികളുണ്ട്. അപ്പോൾ അതുവഴി നേരെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുക. അവിടെ നല്ല AC ഇട്ട് നിർത്തിയിരിക്കുന്നൊരു പാർട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഓപ്പണാണ്. ബസ്സിൻ്റെ മുകളിലെ ഡെക്കിൽ നമ്മൾ കയറിയിട്ടുണ്ട്. കണ്ടിരിക്കാം. എന്താ നമുക്ക് ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങണം സേമ. ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഇവിടെ. ഈ വെയിലത്ത് കുറച്ച് നേരം പുറത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചകത്തോട്ട് തന്നെ പോകണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അകമെല്ലാം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം. എന്താ പറയാനുള്ള? തൊപ്പി ഇല്ലെങ്കിൽ പറ്റൂല. ഇവരൊക്കെ ഇരിപ്പുണ്ടല്ലോ, തൊപ്പിയൊന്നും ഇല്ലല്ലേ ഇവരൊക്കെ ഇരിക്കുന്നത്. നമ്മളിവിടെ മെട്രോ പോകുന്നുണ്ട്. Hello, hi, good morning everybody. Welcome on board to KL Hop on Hop off City Tours. My name is Harry, your tour assistant for today.
And I will give a live commentary in English. For information, the tour starts from 9 in the morning until 6 p.m. Every day goes with a hop-on, hop-off concept, where you can simply get on and off at any of our stops. And we have the 27 stops altogether actually. If you plan to hop off the next bus, we arrive next 20 to 30. A gentle reminder, smoking, eating and drinking on the bus are strictly prohibited. Thank you. അവിടെ സ്പീക്കറിലൂടെ അവന്മാർ നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. ചരിത്രമൊക്കെ ആ കൂട്ടത്തിൽ പറയും, ഇത് നിർത്തുന്ന ഏരിയയിലൊക്കെ ഉള്ള പുക വലിക്കരുത്, മദ്യപിക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സെക്ഷനായിട്ടാണ് ഇത്. ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വീണ്ടും വന്നിട്ട് വേറെ റൂട്ടിൽ പോവാണ്. അപ്പോൾ ആ കറക്കം ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരും. HSBC ബാങ്കിൻ്റെ വലിയ കെട്ടിടമാണ് കേട്ടോ കാണുന്നത്. മൊത്തം വലിയ വലിയ കെട്ടിടങ്ങൾ. നമ്മൾ KL ടവറിൻ്റെ അടുത്തൂടാണ് പോകുന്നത്. KL ടവറിൽ വരുന്നുണ്ട്, പക്ഷേ അത് അപ്പുറത്ത് അവിടെ ടിൻഡർ കാണാം. നല്ല മീൻ മറക്കുന്ന മണം വരുന്നുണ്ട്. അതെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അലിബാബയും 41 ഡിഷസ് എന്നും പറഞ്ഞ മലയാളിയുടെ കടയിൽ പോയി നമ്മൾ കഴിക്കാനായിട്ടുള്ള പരിപാടികളാണ്. ചട്ടിച്ചോറല്ല, ഞാൻ ബീഫും ചോറും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഓടി ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ ഒരു വലിയൊരു കെട്ടിടം, വലിയൊരു നിർമ്മിതി. എന്താണ് ഈ സംഭവം എന്നുള്ളതോ അതിൻ്റെ ചരിത്രമോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും കണ്ട സ്ഥിതിക്ക് അതൊന്ന് കയറി കാണാം എന്നുള്ളൊരു തയ്യാറെടുപ്പോടെ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിനകത്തെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഒപ്പറ ഹൗസോ, ചരിത്രപ്രസിദ്ധമായ മലേഷ്യയുടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്ന, ഏതാണ്ട് 25,000 പേരെ ഉൾക്കൊള്ളുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള എന്തോ സ്റ്റേഡിയമോ ഒപ്പറ ഹൗസോ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അകത്തോട്ട് കയറുന്നവർ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു സ്റ്റേജ് ഉണ്ട്, കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, ഇവിടെ കുറച്ച് കടകൾ, എല്ലാം റെഡിയാണ്. നല്ല ഷവർമ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഷവർമ വേണോ? ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് നേരം എടുക്കണ്ട. നമുക്ക് അതിനകത്ത് എൻട്രൻസിൽ കയറണ്ടേ? അതിനകത്ത് കയറാം, മുകളിലോട്ട് കയറാം. അതെ അതെ, പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുത്തത്. അത് കഴിഞ്ഞു. ഹലോ, ഓക്കെ, താങ്ക് യു. അവർ നമ്മളെ ചിരിച്ച് കാണിച്ചു കേട്ടോ, നന്നായിട്ട്. ഹോസ്പിറ്റൽ കുലാലംപൂർ, വലിയൊരു വാട്ടർ ടാങ്ക് വേണം അവിടെ. വാട്ടർ ടാങ്കല്ലേ ഇത് ആണെന്ന് തോന്നുന്നു. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, എന്താ നമുക്കറിയില്ല. അല്ലേ? അയ്യോ, എന്തൊരാശ്വാസം. ആ കെട്ടിടത്തിനകത്തോട്ട് വരുമ്പോൾ ഉള്ള വ്യൂസാണ് ഈ കാണുന്നത്. ആണല്ലേ, നല്ല അടിപൊളി ഒരു നിർമ്മിതി. കുറേ കടകളും മലായിക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് അല്ലേ? ഓ, ഇവരുടെ ഗ്യാലറിയാണ് കേട്ടോ.
Ole. Here or this way? Cannot. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗീതം കേൾക്കാൻ വേണ്ടി ഞങ്ങളെ അവർ വന്ന് വിളിച്ചു. കുഴപ്പമില്ല, ഞങ്ങൾ പോവാം. ശരി, ഇരിക്കാം, നോക്കാം. എടുത്തു കയ്യിലെടുത്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അവരുടെ കൂടെ കയറി. ഇത് ബോർണിയോയുടെ, അതായത് മലേഷ്യയുടെ ഈസ്റ്റ് സൈഡ് അല്ലേ, അവിടെ സൈഡിലുള്ള ആൾക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതല്ല പഠിച്ചു അതെ, പക്ഷെ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതായതുകൊണ്ട് സമയക്കുറവ്. ഇപ്പം തന്നെ 11:15 അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരുമായിട്ട് ഒന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ വന്നത്. Oke, sebelum kita mengucapkan selamat datang sekali lagi kepada pujo-pujo yang dalam sebuku atau getah buku. Lihat pada zaman-zaman moden seperti ini. Ini adalah persaingan busana daripada Kelatan Darul. Baiklah, seterusnya daripada wanita telah memakai mengenakan sepasang baju kurung telur lada dan soket tenun bunga tabur bersusun Bunga penuh, memakai bengkong dan pending sebagai pelengkap busana. പ്രധാന കവാടം ഇവിടെയാണ്. നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ അപ്പോൾ അകത്തോട്ട് കയറി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു വലിപ്പമൊന്നും നമുക്ക് അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. ഇതാകുമ്പോഴത്തേക്കും നല്ല കൃത്യമായിട്ട് കാണാം. ഇവിടെ അടുത്തൊരു തടാകം ഉണ്ടെന്ന് നമ്മുടെ മാപ്പിൽ കണ്ടു. അപ്പോൾ ആ തടാകം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ നടന്നു പോവാണ്. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. സൈക്കിൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സൈക്കിളിൽ കറങ്ങി നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. നല്ല രസമുള്ള ലൈറ്റ് കേട്ടോ. അതിൻ്റെ നടുക്കൊരു ഇത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഉണ്ട്. ഫോഴ്സിലടിക്കുന്ന നല്ല രസമുള്ള കേട്ടോ. പക്ഷെ ഇവിടെ വൈകുന്നേരമൊക്കെ വരാനായിട്ട് നല്ല രസമുണ്ടാവും. അടിപൊളി സ്ഥലമാണ്. പക്ഷെ നമുക്ക് സമയപരിധി കാരണം, ഇപ്പൊ നല്ല വെയിലാണ്, സമയപരിമിതി കാരണം നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഗെയിം കളിക്കുന്ന കേട്ടോ ആൾക്കാർ. ഉണ്ടോ, വെള്ളച്ചാട്ടമല്ല, വെള്ളം ഇങ്ങനെ എന്താ പറയുക, പമ്പ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകണം. നല്ല രസം കേട്ടോ കാണാനായിട്ട്. പിന്നെ ആ സൈഡിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ വെള്ളത്തിലെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ബോളൊക്കെ ഇട്ടിട്ടുണ്ട്. വേണ്ട, ഈ വെള്ളമാണ് വേണ്ട. പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടിൻ ടവർ, അവിടുത്തെ ആ ഒരു ലേക്ക്. ഇങ്ങനെ വരുമ്പോൾ ഒരു ഡാൻസ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
നിൽക്കുകയാണ്, ബസ് കാത്തിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ. ഇതാണ് മലേഷ്യയിലെ. ഇപ്പോൾ നമ്മൾ അവിടുന്ന് മൂന്നാമത്തെ ലൊക്കേഷനിൽ നിന്ന് കയറിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗാലറിയാണ്. നമ്മൾ ഇറങ്ങുന്ന സമയം എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഇതാണ് ട്വിൻ ടവർ. ട്വിൻ ടവറിൻ്റെ പുറകു വശത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഇരുണ്ട ഗോപുരങ്ങളിലാണ്. ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ ആ വണ്ടി മാറി വേറെ വണ്ടിയല്ല ഇപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വെയിൽ ഇച്ചിരി കുറവുള്ളതുകൊണ്ട് നമ്മളിറങ്ങി പുറത്തോട്ടിരുന്നു. അങ്ങനെ ഉണ്ട് കേട്ടോ. അതാണ് ട്വിൻ ടവറിൻ്റെ ബാക്ക് വശം. അവിടെ കാണുന്ന ആ പീസിൽ നമുക്ക് കയറി നിന്ന് കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം. ഇവിടെ നിന്നുകൊണ്ട് ടവറിൻ്റെ ഒരു ഫുൾ രൂപം കാണിച്ചു തരാം. കുറേ ടൂറിസ്റ്റ് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ നല്ല ടവറിൻ്റെ നല്ലൊരു രൂപം കാണാൻ പറ്റും. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. കുറേ ടൂറിസ്റ്റുകൾ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇങ്ങനെ കാണും. എല്ലാ ദിവസങ്ങളിലും ഇത്രയും തിരക്കും ഉണ്ടാവും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ പബ്ലിക് ബാങ്കിൻ്റെ പ്രധാന കെട്ടിടം. അത് ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൊക്കമുള്ളൊരു കെട്ടിടമാണ്. ആരും ഇവിടെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. മലേഷ്യ ടൂറിസം സെൻറ്റർ. സ്ഥലമാത്തെത്താണ്. എന്താ ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. എന്തായാലും ആരും ഇറങ്ങിയില്ല, ആരും കയറിയില്ല. നമുക്ക് അടുത്ത സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്പർ 8. അങ്ങനെ കുറേയേറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. KL ടവറിൻ്റെ ചുവട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇറങ്ങി. ഇതുവരെ ഞങ്ങൾ KL ടവർ കണ്ടിട്ടില്ല. അതിൻ്റെ അടുത്തൂടെ പലതവണ പോയിട്ടുണ്ട് എങ്കിലും അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും അതിലിറങ്ങി കാണാനായിട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക് യു. KL ടവറിൻ്റെ ചുവട്ടിലെത്തി. നല്ല വെയിലുണ്ട്. വെയിലത്തൂടെ നടന്ന് ഊപ്പാട് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പുൽമേട് അല്ലേ, പ്ലാസ്റ്റിക് പോലെ പുൽമേട്. പിന്നെന്താ, ആൾക്കാർ കയറി വരുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് എക്കോ പാർക്കിലോട്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുകളിൽ പോയിട്ട് താഴെ എടുക്കാം. വൃത്തിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൃത്തി അല്ലേ. ഒരു പേപ്പർ കഷ്ണം പോലും കാണാനില്ല എങ്ങും. അതുപോലെ കണ്ടേ ബിന്നൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ആവശ്യത്തിന് എടുക്കാനായിട്ട്, ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ എത്രയാണ് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വരാം. കയറുന്നില്ല, വിലയൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് നോക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മളിവിടുത്തെ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളുമൊക്കെ എത്രയാണെന്നൊന്ന് ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. നമുക്ക് നോക്കാം. KL ടവറിൻ്റെ താഴെ വശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 60 കേട്ടോ. നോൺ മലേഷ്യൻ ആൾക്കാർക്ക് 60, കുട്ടികൾക്ക് 40. അപ്പോൾ അത് നമുക്ക് വേണ്ട. തൽക്കാലം നമുക്ക് ബാക്കിൽ പോകാം. ഓക്കെ, ഇംഗ്ലീഷ് വേർഷൻ. സ്കൈ ഡെക്കിൻ്റെ എത്രയാണെന്ന് നോക്കട്ടെ. സ്കൈ ഡെക്കിനാണെങ്കിൽ 110, കുട്ടികൾക്ക് 65. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രൈസ് ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. എക്കോ പാർക്ക് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഫ്ലെക്സോളജി ചെയ്യാൻ വേണ്ടിയുള്ള കല്ല് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ.
ചെരുപ്പില്ലാതെ ഇതേ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിൻ്റെ വെള്ളയിൽ ഈ സാധനം കല്ല ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിരിക്കുന്നത് നമുക്ക് നല്ല അതിൻ്റെ നല്ല കുത്ത് കിട്ടും. ആ കുത്ത് റിഫ്ലെക്സോളജി ആയിട്ട് നമുക്ക് അല്ലേ എന്താ മോന്ത എടുത്തിരിക്കുന്നത് ഇത്രയും പറ ചോദിക്കുന്നതിന് ആരോട് ദേഷ്യപ്പെടുന്നേ? ആരോട് ദേഷ്യപ്പെടുന്നത് അതുകൂടെ പറയൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, താഴത്തെ കാഴ്ചകളൊക്കെ കാണാം. സൈമൺ സാർ ഇപ്പോഴും കലിപ്പിലാണ്, എന്തിനാണെന്നറിയത്തില്ല, ആരോടാണെന്നും അറിയത്തില്ല. പൈസ എടുത്ത് വെക്കണമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ആരെടുത്ത് വെക്കാനായിട്ട്? അവർക്ക് വേണമെങ്കിൽ അവളല്ലേ എടുത്ത് വെക്കേണ്ടത്. ഞാൻ രാവിലെ തൊട്ട് പറയുന്നുണ്ട് ഇതിൽ പൈസയില്ല, എടുത്ത് വെക്കണമെന്ന്. അതിൻ്റെ കലിപ്പിലാണ് സൈമൺ സാർ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുന്ന് ഒരു ചിക്കൻ ഷവർമ മേടിക്കാമെന്ന് കരുതി. ഓക്കെ, ചിക്കൻ ഷവർമ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ വന്നതാണ്. അപ്പം കടയിൽ ആളില്ല, ഉണ്ടാക്കുന്ന ആൾ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. KL ടവറിനകത്തുള്ളൊരു ഷവർമ കടയാണ്. ഷവർമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സംഭവമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ ഇരിക്കാനാണ് അതിൽ ഗ്രിപ്പ് ഇട്ടിരിക്കുന്നത് സൈമ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അത്രയും വില വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറണ്ടെന്ന് തീരുമാനിച്ചു അല്ലേ സൈമ? ഓ എന്ത് വലിപ്പം ഇത്, സ്പോൺസർ അടങ്ങാനായിട്ട്. അത് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ മോളിൽ കൂടെ ഒരു എന്താണ് ഗ്ലാസ് ഡെസ്കോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, അതേ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ മുകളിൽ ഗ്ലാസ് പൊട്ടുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ പേടിക്കും. അപ്പോൾ അതാണ് സംഭവം മുകളിൽ നടക്കുന്നത്. ഞാൻ വിചാരിച്ച് പണിക്കാരും ആയിരിക്കുമെന്ന്. ഒന്നും കാണാനുള്ള സാവകാശം സൈമണില്ല. എല്ലാത്തിനും തെറിവിളിയും ബഹളവും ആട്ടും തുപ്പുമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്ഥലമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് ഇവിടെ വണ്ടി കിട്ടത്തില്ല. Maybe it takes for 30 ringgit. 30 ringgit. Oh, how long it takes? Usually it takes 30 minutes. 30 minutes. Yes. Okay, okay. Thank you. You're welcome. All right. നടക്കാനുണ്ടോ കുറച്ച്? ഇവിടുന്ന് ഇവിടെ അടുത്ത് അങ്ങ് നടന്നു പോകാൻ പോകും. 30 ringgit ആണെന്ന്. നമ്മളിപ്പോൾ എക്കോ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. KL ടവറിൻ്റെ ഓപ്പോസിറ്റ്. KL ടവർ എന്ന് കാണിച്ചേക്കാം അല്ലേ? ഇതാ KL ടവർ ഇത് അവിടെ ഉണ്ട്. അവിടം വരെ നമ്മളിപ്പോൾ പോയിട്ട് അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആ റെഡി. KL ടവറിൻ്റെ ഓപ്പോസിറ്റ് എക്കോ പാർക്ക് ഉണ്ട്. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ 8ാമത്തെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിക്കുന്നു. 30 ringgit ആണ്. ഓ നല്ല സുഖമല്ലേ ഇതിനകത്തൊരു കയറിയപ്പോൾ. പക്ഷെ ഇച്ചിരി പ്രായമുള്ളവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ വരുവാണെങ്കിൽ ഈ സ്റ്റെപ്പ് അത്ര സുഖമുള്ള സ്റ്റെപ്പല്ല കേട്ടോ. ഓൺലി ക്യാഷ്. പിന്നെ നീ അങ്ങോട്ട് എവിടെ പോയാണ് പിന്നെ ATM പോകണത്? സേവൻ കലിപ്പിലായി കേട്ടോ. സേവൻ കട്ടക്കലിപ്പിലാണ്. അവിടെ കാർഡ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ സേവൻ കലിപ്പ കിട്ടി. അങ്ങോട്ട് പോകത്തില്ലെന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് പിന്നെ ഇനി പോകുന്നത്? അവിടെ പോയി എനിക്ക് എൻ്റെ നല്ല തൊപ്പിയുണ്ട്. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചൊക്കെയാണ് ഈ തൊപ്പിയൊക്കെ എടുത്ത് എപ്പോഴും ബാഗിലും ഇട്ടിരുന്നതും കൂടെ കൊണ്ട് നടക്കുന്നതൊക്കെ. എനിക്കിപ്പോൾ തൊപ്പിയിലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അങ്ങ് തൊപ്പി ഇട്ട് കാണുന്നുമില്ല. അവിടെ അങ്ങേരുടെ തലയിലുണ്ട്, അത് വേണം ചോദിച്ചു നോക്കുന്നു. ചോദിച്ചു നോക്ക്. എപ്പുറത്ത് വഴി ആൾക്കാർ കേൾക്കണം. കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എടുക്ക് ടിക്കറ്റ് എടുക്ക്. 80 ആയിരിക്കുമേ, ഒരാൾക്ക് 40. ഉണ്ട് ഇവിടുത്തേർക്ക് 10 ringgit, നമുക്ക് 40. അത്രത്തോളം വ്യത്യാസമുണ്ട് കേട്ടോ.
ആ മരത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ അതൊക്കെ നോക്കണം. എന്താണ് ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ വളരുന്ന ഓരോ മരങ്ങളുടെയും പ്രത്യേകത. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇലയാണ് ഇതാ ഈ താഴെ കാണുന്നത്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് അടാ കാണുന്ന മരം. അപ്പോൾ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കണം. അത്രയും ചരിത്രം അറിഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടുകയാണ്. കുറേ വെറൈറ്റി ഇലകളൊക്കെ ഉള്ള മരങ്ങളും ഇലകളൊക്കെ ഉണ്ട്. എക്കോ പാർക്ക് എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. അത് പ്രതീക്ഷിച്ച് സൈമൺ വിചാരിച്ച് മറ്റേ വണ്ടർലയിലൊക്കെ ഉള്ള പോലെ മറ്റേ റൈഡുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചായിരിക്കും പാർക്കെന്ന് കേട്ടപ്പോൾ. എക്കോ പാർക്കിൽ ഈ മരവും മരക്കാലും ഒക്കെ അല്ലാതെ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ച ഇവളല്ലേ കഴുത. ഇത് കണ്ട് മടുത്തതാണ്. ആ പിന്നെന്തിനാണ് നീ എന്നാൽ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തോട്ട് കയറിയത്? എക്കോ പാർക്ക് പിന്നെന്താണെന്നാണ് നീ കരുതിയിരുന്നത്? ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന കുറച്ച് മരങ്ങൾ അവർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അവന്മാർക്ക് വംശനാശമാണോ? ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. ഒന്നാമത്തെ കാര്യം ഈ ബസ്സിൽ മുകളിൽ വെയിൽ കൊണ്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ പകുതി ക്ഷീണിച്ചു. പിന്നെ ഈ കയറ്റവും ഇറക്കും സ്റ്റെപ്പുകൾ ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതേ കയറിയിട്ട് കാര്യമില്ല, നടക്കാം. നമ്മളതെല്ലാം കണ്ടതല്ലേ. ഇത്തരം സ്റ്റെപ്പ് കൂടെ കയറാനുള്ള എനർജി ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം ടയേർഡായി. അതിൻ്റെ കൂടെ ഈ കയറ്റം കൂടെ ആയപ്പോഴത്തേക്കും സ്റ്റെപ്പില്ല. കാലിന് നല്ല പിടുത്തം. നത്തിങ് ഈസ് ദേ. എൻട്രൻസിലെത്തി. എൻ്റെ പൊന്നു, ആപ്പുരികളൊന്നുമില്ല കേട്ടോ. സൈമൻ അവിടെ നിന്ന് പാതി വഴിയിൽ നിന്നു, നടക്കാൻ വയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ ബാക്കി കഥകൾ കാഴ്ചകൾ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അതൊന്ന് പോയി കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴച്ചാറുമുണ്ട്. മഴ ചാറുന്നുണ്ട്. ഇങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. കഴിച്ചിട്ടുമില്ല. കഴിക്കാത്തത് കൊണ്ടും ഇത്രയും നടന്നത് കൊണ്ടും ഭയങ്കര ക്ഷീണം. വയ്യാണ്ടായിരിക്കണം. എന്തെങ്കിലും കഴിക്കാൻ സൈമനോട് പറഞ്ഞപ്പോൾ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഈ മരത്തിൻ്റെയൊക്കെ സൈസ് കണ്ടോ, അടിപൊളി. പൊള്ളയാണ്, നല്ല മുഴക്കം. ഇപ്പോൾ കുഴിക്കകത്ത് പോയതിന് ഞങ്ങൾ അവിടുന്ന് എവിടെയാണ് എന്താ പറയുക, എക്കോ പാർക്കല്ലേ. എക്കോ പാർക്കിൻ്റെ പകുതിയായ സമയത്ത് ഭയങ്കര മഴ. ഞങ്ങൾക്ക് ഇനി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലതാ. എല്ലാവരും ഇവിടെ വന്ന് ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിട്ട്. ഞങ്ങളുടെ ബസ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. മലേഷ്യയിലെ ഫ്രീ ബസ്സാണ് ആ പോയത്. ഹായ് ഗൈസ്, ഞങ്ങൾ എവിടെയാണ് വന്നേക്കുന്നത്? ആ, എന്താണിത്?
ചൈന ടൗണിലൊരു ചൈനീസ് കടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഞാനപ്പോൾ തൊമ്യം ഫ്രൈഡ് റൈസ് ആശുഗോറിങ് തൊമ്യം ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ പ്രത്യേകം കാണിച്ചാണ് ഇത് മുളക് തുറന്ന് കാണിച്ചത്. ഇത് കാണിച്ചാണ് മുളക് സെപ്പറേറ്റ് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്ത് എരിവ് വേണ്ടത് വെക്കാം. അതിൻ്റെ കൂടി സോസ് കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത സ്വർഗം. മതി 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 നിൽക്കട്ടെ. ഓക്കെ കഴിച്ചിട്ട് പറയും. എൻ്റെ സ്പൂണും ഇതെടുത്ത് മാറ്റി ഇതിനൊക്കെയുള്ളത് അതാണ് കിട്ടട്ടെ കൊണ്ടിട്ടെ. ഇതൊന്നും എടുത്ത് മാറ്റാമല്ലോ, സ്ഥലം കിട്ടുമല്ലോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഫ്രൂട്ട് ജ്യൂസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് നല്ലതാണ്. മതി ഗൈസ്. ഇത് ഇവിടുത്തെ പ്രത്യേകിച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതലിട്ടുള്ളൂ എനിക്ക്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ സാധനം സെപ്പറേറ്റ് ഇടുന്നുണ്ട് കേട്ടോ. കുറേ നമുക്ക് ആവശ്യം പോലെ ഡൈജഷന് വേണ്ടി പച്ചയായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? എന്താണ് ഫുഡ്? സീ ഫുഡ് ഫ്രൈഡ് റൈസ് ചൈനീസിൻ്റെ എന്നിട്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. സീ ഫുഡ് അതിന് കണവ, അതുപോലെ തന്നെ പ്രോൺസ്, മുട്ട. അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾ നിർത്തി. പിന്നെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ യാത്ര ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. അതെയോ? അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.